വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ അനുഗ്രഹീതരായ വചനാഗ്നി പ്രേക്ഷകരെ, ഏവർക്കും ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഒരു നല്ല ദൈവാനുഗ്രഹപ്രദമായ മണിക്കൂർ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിരക്കിനിടയിൽ നിന്റെ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുത്തല്ലോ. ഈശോയെ, ഈ വലിയ കൃപയെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, മണിക്കൂറിൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ സ്വരമായി ഈ ശുശ്രൂഷ മാറട്ടെ. എളിയ ദാസനെയും ഈ വചന ശുശ്രൂഷ സ്വീകരിക്കുന്ന ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയുകയും എന്നെ കേൾക്കുന്ന മക്കളിൽ ജീവജലത്തിൻ്റെ അരുവിയായി അവിടുന്ന് ഒഴുകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലെ ഇപ്പോഴുള്ള എല്ലാ വികാരങ്ങളെയും ഈശോയെ നീ അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ നീ അറിയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ ലോകത്തിൽ നിനക്ക് സാക്ഷികളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ. ഞങ്ങൾക്കുള്ള എല്ലാ ഞെരുക്കങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ധൈര്യമായിരിക്കുവാൻ, നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, സഭയോട് ചേർന്ന് നിൽക്കുവാൻ, തിന്മയുടെ ശക്തികളെ ജയിച്ച് സ്വർഗീയ സഭയിൽ മഹത്വത്തിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിലൊക്കെയും മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആരാധനാ ക്രമവത്സരത്തിൽ ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തിന് ശേഷമുണ്ടാകുന്ന ആ സ്വർഗീയ ആനന്ദത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സഭയുടെ മഹത്വീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹീതമായൊരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തില് 16-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ തിരുവചനം, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന വചനത്തെ സഭാമക്കൾ എന്ന നിലയിൽ വലിയൊരു ആനന്ദത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ഭയപ്പാടുകളുണ്ട്, ചില ജീവിത അനുഭവങ്ങൾ നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ അനുഗ്രഹമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ ചില തിന്മയുടെ സ്വാധീനങ്ങൾ, നാരകീയ ശക്തികളുടെ പ്രബലപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ ഈ വചനം നമുക്ക് തരുന്നൊരു ഉറപ്പ് എന്താണ്? പാറയാണ് നീ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ പാറ, പത്രോസ് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോഴാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന്
ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ് അവനെ പാറ എന്ന് വിളിച്ചത്. അപ്പോൾ പാറമേൽ പണിയപ്പെട്ട സഭയുടെ മേൽ അതിനെതിരെ നരക കവാടങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല. എങ്ങനെ നമുക്കോരോരുത്തർക്കും ഈ ഒരു ആനന്ദ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയും? നമ്മളൊക്കെ സഭയുടെ മക്കളാണ്. മാമോദീസായിലൂടെ ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു. ഈശോ മിശിഹായെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. സാത്താനെ അവന്റെ ആഘോഷങ്ങളെ ഉപേക്ഷിച്ചു. പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ചു. അപ്പോൾ ഈ ഒരു സഭാഗാത്രത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്കെതിരെ ഒരു കാരണവശാലും നരക കവാടങ്ങൾക്ക് പ്രബലപ്പെടാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും തിന്മ നമ്മളെ കീഴടക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സാത്താനെയും അവൻ്റെ ആഘോഷങ്ങളെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈശോ മിശിഹായെ തള്ളി പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്, എങ്ങനെ എനിക്ക് ഈ പാറമേൽ പണിയപ്പെട്ട സഭയുടെ ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിലായിരിക്കാൻ കഴിയും. ഒന്നിനെയും ഭയപ്പെടാതെ, ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറയുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും? എങ്ങനെ എൻ്റെ ജീവിതത്തെ പാറമേൽ ഉറപ്പിക്കാൻ കഴിയും? ഒന്നാമത്തെ പാറ എന്ന് പറയുന്നത്, പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ കുറിച്ച് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എഴുതിയ സുവിശേഷത്തില് 7-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അവിടെ പറയുകയാണ്, എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പാറമേൽ പണിയപ്പെട്ട വീട്. അപ്പോൾ നമുക്ക് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒന്നാമതായി സഭയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നത് തിരുവചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാ ആത്മവഞ്ചകരാകാതെ ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ വില നൽകുന്ന വിശ്വാസിയായി ജീവിക്കുമ്പോൾ ഒരു നരകീയ ശക്തികൾക്കും നമുക്കെതിരെ പ്രബലപ്പെടാൻ കഴിയില്ല. കാരണം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടാവണം, അതരത്തിലും ഹൃദയത്തിലും അതുണ്ടാവണം. വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് നാരകീയ ശക്തികൾ ധ്യാനങ്ങളിൽ, കൺവെൻഷനുകളിലൊക്കെ പൈശാചിക ബന്ധനങ്ങളൊക്കെ വിട്ടുപോകുന്ന നമ്മൾ കാണുന്നത്? അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ വചനം പ്രഘോഷിക്കുന്ന വേദികളിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അലറി വിളിച്ചുകൊണ്ട് ഈശോയുടെ കാലഘട്ടത്തിൽ എങ്ങനെ പിശാച് ബാധിതർ സൗഖ്യം പ്രാപിച്ചോ അതുപോലെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറ്റു ഭാഷകളിൽ, മലയാളത്തിൽ ചോദിച്ചാൽ ഹിന്ദിയിൽ ഉത്തരം പറയുക, അല്ലെങ്കിൽ ഹിന്ദി ചോദിച്ചാൽ മലയാളത്തിൽ പറയുക, ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ പല ശുശ്രൂഷകൾക്കും പലർക്കും ഉണ്ടാകാറുണ്ടല്ലോ. എന്താ ഇങ്ങനെയുള്ള വേദികളിൽ പൗരോഹിത്യ അധികാരത്തോടുകൂടി വചനത്തിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നിടത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ബഹിഷ്കരിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തി, ആത്മാവും ജീവനുമായ വചനം, വിശുദ്ധീകരിക്കുന്ന വചനം, സൗഖ്യദായകമായ വചനം ആവർത്തിച്ചേറ്റ് പറയണം. അത് ഹൃദയസ്ഥമാക്കണം. വചനം അയച്ച് പ്രാർത്ഥിക്കണം. വചനമൊക്കെ പറഞ്ഞ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് കർത്താവിനെ തന്നെ. അല്ലെങ്കിൽ സർപ്പത്തിന്റെയും തേളിന്റെയും തിന്മയുടെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ എനിക്ക് അധികാരമുണ്ട്, ഒരു തിന്മയുടെ ശക്തികളും എന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് ധീരതയോടെ ദൈവത്തിന്റെ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിന്മയുടെ ശക്തികൾ നമ്മളെ കീഴ്പ്പെടുത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ അലട്ടുന്ന ഏത് തിന്മയുടെ ബന്ധനമായിക്കോട്ടെ, ഒരുപക്ഷെ ചില പ്രലോഭനങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ മാനുഷിക ബലഹീനതകളിൽ പിശാച് ആധിപത്യം പുലർത്തുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, അവിടേക്ക് കർത്താവിന്റെ വചനം ഇറക്കിക്കൊണ്ടു വരണം. വചനം നിങ്ങൾ പഠിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം ജീവിക്കണം, വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം, വചനത്തിന്റെ അഭിഷേകത്തിൽ നിറയണം. ഓ കർത്താവേ, നിന്റെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ, എന്റെ ഹൃദയത്തിൽ, എന്റെ അതരത്തിൽ എന്റെ വചനത്തിന്റെ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത്, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് ഒരു തിന്മയുടെ ശക്തിയും വരില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വചനത്തിന്റെ സംരക്ഷണത്തില് നമുക്ക് നരക കവാടങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുവാനും നിർവീര്യമാക്കി കളയുവാനും സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സത്യവേദ പുസ്തക വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം.
പാദങ്ങൾക്ക് വിളക്കാണത്, പാതയിൽ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികൾക്ക് ഒരു കാരണവശാലും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നതിനർത്ഥം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞ വഴിയും സത്യവും ജീവനുമായ ഈശോയുടെ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് പ്രേരണയും പ്രചോദനവും അഭിഷേകവും തരുന്നത് ദൈവ വചനമാണെങ്കിൽ ആ വചനത്തെ മുറുകെ പിടിക്കുക. ഇന്ന് തീരുമാനമെടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. എല്ലാ കെട്ടുകളും അഴിയും, എല്ലാ തടസ്സങ്ങളും മാറും. തടസ്സങ്ങൾക്ക് കാരണമാകുന്ന തിന്മയുടെ ശക്തികളെല്ലാം യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിർവീര്യമായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരാകട്ടെ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനം കൊണ്ട് തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 Korinഥർ 8:18 വചനം അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വഴികളിൽ സംരക്ഷിക്കുവാൻ അവിടുന്ന് എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവർ കരങ്ങളിൽ താങ്ങിക്കൊള്ളും. 91-ാം സങ്കീർത്തനം 11-ാം തിരുവചനത്തിന് ഇങ്ങനെ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. വചനമാകുന്ന പാറമേൽ നമ്മുടെ ജീവിതം ഉറച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ, നമുക്ക് ഈ സഭയുടെ സംരക്ഷണം കിട്ടുന്നത്, സഭാമക്കൾ എന്ന നിലയിൽ നമുക്ക് 3 ദൈവിക പുണ്യങ്ങൾ ദൈവം തന്നെ തരുന്നുണ്ട്. ദൈവിക പുണ്യങ്ങളുടെ പ്രത്യേകത ഇതാണല്ലോ, ദൈവം തരുന്ന പുണ്യങ്ങളാണ്. എന്താണ് ഈ ദൈവിക പുണ്യങ്ങൾ? പുണ്യങ്ങളിൽ വളരുന്നിടത്ത് അത് ഉറപ്പുണ്ട്. അത് പാറമേൽ ഉറച്ചു നിൽക്കുന്നത് പോലെ നിൽക്കും. അതുകൊണ്ട് ഈ 3 പുണ്യങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ് ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ നിയോഗം സമർപ്പിക്കുന്നത്. നമ്മളൊക്കെ ജപമാല ചൊല്ലുന്നവരല്ലേ? വിശ്വാസ പ്രമാണം ചൊല്ലി കഴിയുമ്പോൾ ഒരു സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താ പ്രാർത്ഥിക്കുന്നേ? പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം. പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവ ശരണം അല്ലെങ്കിൽ പ്രത്യാശ എന്ന പുണ്യം. പരിശുദ്ധ റൂഹായുടെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം വർദ്ധിക്കുവാൻ. അപ്പോൾ ഇത് ആണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നിയോഗം. മറ്റു നിയോഗങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ ഓരോ ജപമാല ചൊല്ലുമ്പോഴും നമ്മൾ ഈ ബോധ്യത്തോടു കൂടി എന്തിനു വേണ്ടിയിട്ടാണ് ജപമാല കയ്യിലെടുത്താൽ ഒരു ആയുധമാണ്, അത് കഴുത്തിലണിഞ്ഞാൽ ഒരു ആഭരണമാണ്. ഈ ആയുധം ഉപയോഗിക്കുന്നത് ഈ നരക കവാടങ്ങൾക്കെതിരെയാണ്. നരക കവാടങ്ങൾക്കെതിരെ ആയുധമെടുത്ത് മുന്നേറുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീയ പോരാളിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ 3 പുണ്യങ്ങളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ദൈവപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അമ്മയോടുള്ള ബന്ധത്തെ ഏറ്റുപറഞ്ഞിട്ട്, ദൈവമേ, ഈ 3 പുണ്യങ്ങളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അലങ്കരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്താണ് വിശ്വാസം? വിശ്വാസം വളരെ സിമ്പിളാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് സാധിക്കാത്തതൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ പ്രശ്നങ്ങളൊക്കെ നിർവീര്യമായി പോകും. എന്നെ അലട്ടുന്ന പ്രശ്നം വലുതും ദൈവം ചെറുതുമാകുന്നതാണ് അല്പവിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രശ്നത്തെക്കാൾ വലിയവനായ ഒരു ദൈവം എനിക്കുണ്ട്. ഈ പ്രശ്നം എൻ്റെ ദൈവത്തിന് നിസ്സാരമാണ്. ദൈവത്തെ ഈ ലോകം മുഴുവനെ തന്നെ അങ്കുലി ചലനം കൊണ്ട് തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനാണ് എൻ്റെ ദൈവം. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞില്ലേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അമ്മ അതല്ലേ വിശ്വസിച്ചത്? അങ്ങനെയല്ലേ അമ്മ നരക പിശാചിന്റെ തലയെ തകർത്തവളായി മാറിയത്, ദൈവപുത്രന്റെ അമ്മയായി മാറിയത്? വിശ്വസിച്ചത് കൊണ്ടാണ്. വിശ്വാസം എന്ന പരിച. അപ്പോൾ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കണം. ഒപ്പം കാണപ്പെടാത്ത ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. കാണപ്പെടാത്തവ ഉണ്ട്. ഞാൻ പ്രത്യാശിക്കുന്നവ എനിക്ക് ലഭിക്കും. എൻ്റെ ജീവിതത്തിന്റെ പ്രത്യാശ സ്വർഗമാണല്ലോ, അതെനിക്ക് ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്ര. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സർവശക്തനാണ്. ആ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്.
ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം എല്ലാം എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കും. ഇന്ന് എൻ്റെ സങ്കടങ്ങളും നാളെ എൻ്റെ സന്തോഷമാക്കി ദൈവം മാറ്റും. എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി തുലനം ചെയ്യാൻ ഞാൻ പോവില്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷമെന്ന് ഞാൻ പറയുമ്പോഴോ എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ, നെരിപ്പോടുകളുടെ, സഹനങ്ങളുടെ തീവ്രതയിൽ എൻ്റെ കർത്താവേ, നിന്റെ നാമം ഞാൻ ഏറ്റുപറയും. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തരുമ്പോഴും സന്തോഷത്തോടുകൂടി ഞാൻ അത് ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, എൻ്റെ കൂടെയുള്ള ദൈവമാണ്. എൻ്റെ സകല വേദനകളും അറിയുന്ന ദൈവമാണ്. എൻ്റെ വേദനകളെ നീക്കിക്കളയാൻ ശക്തിയുള്ള ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു നാരകീയ ശക്തിക്കും എൻ്റെ മേൽ അധികാരമില്ല. രണ്ടാമത്തെ ദൈവിക പുണ്യം എന്താ? പ്രത്യാശ, ശരണം. നെഗറ്റീവായിട്ടുള്ള ചിന്തയില്ലാത്ത അവസ്ഥ, നിരാശയില്ലാത്ത അവസ്ഥ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 5:5. അതെ, ഈ നിരാശയില്ലാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണ് നമുക്ക് നിരാശ വരുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ കിട്ടണില്ല, ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നു, സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്നു. ഒറ്റ പ്രത്യാശയുള്ളൂ, കർത്താവാണ് നമ്മുടെ പ്രത്യാശ. സർവശക്തനായ ദൈവമാണ് നമ്മുടെ പ്രത്യാശ. ആ ദൈവത്തെ കണ്ടാ പിന്നെ പ്രത്യാശയ്ക്ക് ഒരു അർത്ഥമില്ലെന്നാണ്. അവനെ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നു, തിരുവചനത്തിൽ അനുഭവിക്കുന്നു, അവനെ നേരിൽ കാണാമെന്ന പ്രത്യാശയോടെ ജീവിക്കുന്നു, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നു, സ്വർഗത്തിൽ അവനോടൊത്തായിരിക്കാമെന്നുള്ള പ്രത്യാശ. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്നുള്ളൊരു പ്രത്യാശ, വെളിപ്പെടാനിരിക്കുന്നൊരു മഹത്വം ഉണ്ടെന്നുള്ള പ്രത്യാശ. ഈ ഒരു പ്രത്യാശയിൽ വളരാൻ കഴിയണം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ കഷ്ടതകളൊന്നും കഷ്ടതകളല്ല. ഒരു തിന്മയ്ക്കും അവനെ തൊടാൻ പറ്റില്ല. തിന്മ വരുന്നത് എങ്ങനെയാണെന്നറിയോ? കഷ്ടതകളിലൂടെ ഒരുവനെ കൊണ്ടുപോയിട്ട് അവനെ നിരാശപ്പെടുത്തിയാൽ മാത്രമേ തിന്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. പൗലോസ്ലീഹ റോമാലേഖനം 5:3 ഈ ദൈവിക പുണ്യങ്ങളിൽ നിറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇതാണ് പ്രത്യാശയുള്ളവരുടെ അവസ്ഥ. കഷ്ടതയിൽ നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കഷ്ടത വന്നാലും നമ്മൾ നിരാശരാകുന്നില്ല. കാരണം നമുക്ക് പ്രത്യാശയുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈശോയോടുള്ള സ്നേഹം, അതാ മൂന്നാമത്തെ പുണ്യം. എന്ത് ചെയ്താലും അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. കൊച്ചരശാപുണ്യം ചെയ്തപോലെ, അൽഫോൻസാമ ചെയ്തപോലെ, സഹനങ്ങളൊക്കെ വരുമ്പോൾ ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ സഹനത്തെ ഏറ്റെടുക്കാൻ, വേദനകൾ ഏറ്റെടുക്കാൻ, കഷ്ടതകളിൽ അഭിമാനിക്കാൻ കഴിയുമ്പോൾ ഏത് നാരകീയ ശക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെന്ന് പറയണത്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ, ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ഈശോയിൽ വിശ്വസിക്കുക, ഈശോയിൽ പ്രത്യാശിക്കുക, അർപ്പിക്കുക, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ പാരമ്യമായി നമ്മുടെ ജീവിതം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. സഹോദര സ്നേഹത്തിൽ നമ്മൾ ആഴപ്പെട്ട് വളരും. ജീവിതത്തിൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് കഴിയും. കഷ്ടതകളിൽ നമ്മൾ അഭിമാനിക്കും. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ജീവിതമായി, അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് കുതിച്ചുയരുന്ന ഒരാത്മീയ നിറവായി നമ്മുടെ ജീവിതം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു നാരകീയ ശക്തികൾക്കും നമ്മളെ കീഴ്പ്പെടുത്താനാവില്ല. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സമാധാനമുണ്ട്. ആ സങ്കീർത്തന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ആനന്ദത്തിന്റെ പൂർണ്ണത കർത്താവിന്റെ സന്നിധിയിലാണ്. കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടി ആത്മീയ ആനന്ദത്തോടെ ദൈവിക പുണ്യങ്ങളുടെ നിറവോടെ നമുക്ക് ജീവിക്കാം.
വലിയ സ്നേഹത്തിലാണ്. നമ്മളൊരു ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് സ്നേഹത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തത്. മദർ തെരേസ പറഞ്ഞ പോലെ എൻ്റെ ഈശോയോടുള്ള സ്നേഹമാണ് എന്നെ ഇതെല്ലാം പ്രേരിപ്പിക്കുന്നത്. 1,00,000 രൂപ അല്ലോ 1 കോടി രൂപ എന്നാലും ഞാൻ ചെയ്യണമെന്നില്ല. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഈശോയുടെ സ്നേഹം നമ്മളെ ഇങ്ങനെ നന്മ ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ പിശാച് എന്ത് ചെയ്യും? നരക കവാടത്തിന് നമ്മളുടെ മേൽ എന്തധികാരമുണ്ട്? മൂന്നാമത്തെ നമ്മുടെ സംരക്ഷണം കൂദാശകളുടെ സംരക്ഷണമാണ്. മാമോദീസായിലൂടെ തുടങ്ങിയതാണ്. സാക്രമെന്റ്സ് ഓഫ് ഇനീസിയേഷൻ തുടങ്ങി നമ്മുടെ ആ അഭിഷേക ജീവിതം. ദൈവ മക്കളായി, സഭയിലെ അംഗങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മളിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്, സ്വർഗത്തിൻ്റെ അവകാശികൾ. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ലോകം നമ്മളെ ദ്വേഷിച്ച് തിന്മയുടെ സ്വാധീനത്തിലും പ്രലോഭനത്തിലും ഒക്കെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ബലപ്പെടുത്താൻ ജീവന്റെ നീർച്ചാലായി നമ്മളെ ജ്വലിപ്പിച്ച് നിർത്താൻ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനവും വിശുദ്ധീകരണവും നൽകി. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് ആത്മീയ ഊർജം, സ്വർഗത്തിന്റെ തീക്കട്ട നമ്മുടെ മേൽ വെച്ച് നമ്മളെ ശുദ്ധീകരിച്ച് സഭ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. ഓരോ സമയത്തും നമുക്ക് കുദാശ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വിവാഹം എന്ന കുദാശയിലൂടെ അഭിഷേകം ചെയ്യുക, തിരുപ്പട്ടത്തിലൂടെ അഭിഷേകം ചെയ്യുക. രോഗികളായിരിക്കുമ്പോൾ തൈലാഭിഷേകത്തിലൂടെ നമ്മളെ സൗഖ്യത്തിലേക്ക്, നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെ എല്ലാം സൗഖ്യാനുഭവത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഈ കൂദാശ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിച്ചാലുണ്ടല്ലോ ഒരു തിന്മയും നമ്മളെ പ്രബലപ്പെടും. അതുകൊണ്ട് പൗരോഹിത്യത്തെയും പുരോഹിതരെയും ഒക്കെ സ്നേഹിക്കണം. കാരണം അവരിലൂടെയാണ് കൂദാശകൾ നൽകപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവനെ കൂദാശയിലേക്ക് അടുപ്പിക്കുക, വിശുദ്ധ കുർബാനയിലേക്ക്, കുംഭസാരത്തിലേക്ക് അടുപ്പിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്നേ. അവനൊരു പുരോഹിതന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിന്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്ക്, അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്ക്, ആശീർവദിച്ച് പ്രാർത്ഥിക്ക്, സഭയുടെ പ്രൊട്ടക്ഷൻ സ്വന്തമാക്ക്. അപ്പോൾ നരക കവാടങ്ങൾക്ക് സ്ഥാനമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ശക്തികളുടെ ബന്ധനത്തിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോവുകയും ആ വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ അഭിഷേകമുള്ളവനായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ ഈശോയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുക. അവിടുത്തെ അമൂല്യ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെല്ലാം. അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിലാണ് ഈ ഒരു വലിയ തിരുരക്തത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ അനുഭവിക്കുന്നത്. വചനത്തിലൂടെ, ദൈവീക പുണ്യങ്ങളിലൂടെ, കൂദാശകളിലൂടെ ഈ ഒരു അഭിഷേകത്തിൽ നിറഞ്ഞ് ജ്വലിച്ച് നിന്നാൽ ആ ജ്വലനത്തെ കെടുത്താൻ ഒരു നാരകീയ ശക്തിക്ക് സാധിക്കില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കളുടെ എല്ലാം ജീവിതം പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ലെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് ചെറുത്ത് തോൽപ്പിച്ച് അഭിഷേകത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ കുരിശിലിൻ്റെ ബലിയുടെ യോഗ്യത നമ്മുടെ മേൽ നിറയാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നിമിഷം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കേട്ട വചനങ്ങളുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. പ്രത്യേകിച്ച് നരക കവാടങ്ങൾ ഒരിക്കലും പ്രബലപ്പെടാത്ത സഭയുടെ മക്കളെന്ന നിലയിൽ ദൈവത്തിന്റെ വചനത്തിലും ദൈവീക പുണ്യങ്ങളിലും കൂദാശകളിലും കേന്ദ്രീകൃതമായ അഭിഷേകത്തിന്റെ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഇപ്പോൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈശോയാണ്. ഈശോ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു, വചനമായി, ദിവ്യകാരുണ്യമായി. ആ ഈശോയോടുള്ള, ജീവിക്കുന്ന ദൈവത്തോടുള്ള ആഴമായ വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും ദൈവസ്നേഹ അനുഭവവും ഞങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ. നിരാശയെല്ലാം വിട്ടുമാറട്ടെ. ക്ലേശങ്ങളിൽ അഭിമാനിക്കാനുള്ള അഭിഷേകം ഉണ്ടാവട്ടെ.
എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിറവിന് വേണ്ടി, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നുചേർന്ന് ആഗ്രഹിച്ച് സഭയോട് ചേർന്ന്, പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നരക കവാടങ്ങൾ ഒരിക്കലും പ്രബലപ്പെടാത്ത പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അഭിഷേക ശക്തി ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ നന്ദി പറയുന്നു. സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി, സകല സ്വർഗവാസികളോട് ചേർന്ന്, വിശുദ്ധരുടെ ഗണങ്ങളോട് ചേർന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരക്കത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ പ്രബലപ്പെടുന്ന സകല തിന്മയുടെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിർവീര്യമായി പോകട്ടെ. ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്താൽ ഞങ്ങൾ നിറയട്ടെ. ഈശോയെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.